ഈ സ്ത്രീക്ക് ഭർത്താവിനോടൊപ്പം രാത്രി അടിച്ചുപൊളിക്കണമായിരുന്നു. എന്നാൽ അവളുടെ ഭർത്താവ് ബലഹീനനായിരുന്നു. എല്ലാ രാത്രിയും കിടപ്പുമുറിയിൽ അവൾ ഒറ്റക്കായിരുന്നു. അതിനുശേഷം തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ആ മനുഷ്യൻ തീരുമാനിച്ചു. ഇതിനു മുമ്പ് ഇത്തരമൊരു സ്ഥലത്ത് പോയിട്ടില്ലാത്ത അയാൾ ആദ്യം ഒരു വേശ്യയുമായി പരിശീലിക്കാൻ തീരുമാനിച്ചു. മുൻപരിചയമില്ലാത്ത അയാൾ അബദ്ധത്തിൽ ലിസ എന്ന സ്ത്രീയുടെ മുറിയിൽ കയറുകയും അവൾക്ക് നേരെ പണമെറിഞ്ഞുകൊണ്ട് വസ്ത്രമഴിക്കാൻ 3 മിനിറ്റ് സമയം നൽകുകയും ചെയ്തു. ലിസയ്ക്ക് ഇത് വലിയ അപമാനമായി തോന്നി. പണമെടുത്ത് ഇവിടെ നിന്ന് പോകാൻ അവൾ അയാളോട് പറഞ്ഞു. അപ്പോഴാണ് താൻ തെറ്റായ മുറിയിലേക്കാണ് വന്നതെന്ന് അയാൾക്ക് മനസ്സിലായത്. അയാൾ പോകാനിറങ്ങിയപ്പോൾ ലിസ അയാൾ ഒരു ആണല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന അയാൾ അക്രമാസക്തനായി അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ലിസയുടെ കാമുകൻ ജിമ്മി തടയാനായി അവിടേക്ക് വന്നു. അക്രമി അപ്രതീക്ഷിതമായി മികച്ചൊരു പോരാളിയാണെന്ന് തെളിഞ്ഞെങ്കിലും ലിസ ഒരു പൂപ്പാത്രം കൊണ്ട് തലക്കടിച്ച് അയാളെ അബോധാവസ്ഥയിലാക്കി. ആ ദമ്പതികൾ പോലീസിനെ വിളിച്ചു. ശേഷം മൊഴി കൊടുക്കാൻ അവരെ കൊണ്ടുപോകുന്നതിനിടയിൽ വിജനമായ ഒരിടത്ത് പോലീസ് വണ്ടി നിന്നു. അവിടെ വെച്ച് തങ്ങൾ നേരത്തെ കണ്ട ആ മനുഷ്യൻ വരുന്നത് കണ്ട് അവർ ഞെട്ടിപ്പോയി. അയാൾ യഥാർത്ഥത്തിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. തന്റെ ബലഹീനത എന്ന രഹസ്യം പുറത്താകാതിരിക്കാൻ ആ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ അവരെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അയാൾ ആ ദമ്പതികൾക്ക് മാരകമായ അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു. മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം കാരണം ലിസ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ജിമ്മി ആകട്ടെ ആ ഉദ്യോഗസ്ഥന്റെ സ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലായി. എന്നാൽ ജിമ്മി നിരാശയ്ക്ക് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. 10 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കിടയിൽ അയാൾ തന്റെ ശരീരത്തെ ഒരു ആയുധമാക്കി മാറ്റി. അവിടുത്തെ എല്ലാ കരുത്തരായ പോരാളികളെയും പരാജയപ്പെടുത്തി. ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ ജിമ്മിക്ക് ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ജീവിതവും പ്രണയവും കവർന്നവനോടുള്ള അയാളുടെ പ്രതികാരം അവിടെ ആരംഭിച്ചു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.